തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. വിവരങ്ങൾ തീർച്ചയായും ഇപ്പോൾ നമ്മോടടുത്ത് ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബിന്ദുവിന്റെ മകളാണ് ഇത്തരത്തിൽ അമ്മയെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത്. അല്ലാത്ത ആളുകളും ഒരുപക്ഷെ ഈ അതിനുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തെരച്ചിൽ അവിടെ നടത്തണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഈ ചാണ്ടിയുമനടക്കമുള്ള ജനപ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ മന്ത്രിമാർ പറഞ്ഞതനുസരിച്ച് അത് അടച്ചിട്ടിരിക്കുന്ന ഭാഗമാണ്, അവിടെ തുറക്കാറില്ല. ആ ഭാഗം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും വരില്ല എന്നുള്ളതായിരുന്നു മന്ത്രിമാരടക്കം പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന 2 പേർക്ക് നിസ്സാര പരിക്ക് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ കുളിക്കാൻ വേണ്ടി പോയതാണ് ബിന്ദു എന്നുള്ളതാണ്. അപ്പോൾ ആ ശുചിമുറി ബ്ലോക്ക് അല്ലെങ്കിൽ ആ ശുചിമുറി അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഇനി ആ സമയത്ത് വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞത്. കാരണം ഒരുപക്ഷെ ഈ ബിന്ദുവിന്റെ മകൾ പറഞ്ഞതുകൊണ്ട് അവിടെ തെരച്ചിൽ നടത്തി ബിന്ദുവിനെ കണ്ടെത്തി. ഒരുപക്ഷെ അങ്ങനെയും അല്ലാത്ത ആളുകൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശങ്ക, സംശയമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇങ്ങനെ ഇപ്പോൾ ഉയരുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും തിരച്ചിൽ നടത്തണമെന്നുള്ള ഒരു ആവശ്യം തന്നെ ഉയരുകയാണ്. ഏതായാലും വലിയ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം 11 മണിക്ക് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ട് ആ കെട്ടിടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഒക്കെ പെട്ടിരുന്നോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ പരിശോധന അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നൊരു ആരോപണം, ആക്ഷേപണം എന്ന് പറയുന്നത്. 2.5 മണിക്കൂർ, അതായത് കൃത്യം 1 മണിയോട് കൂടി മാത്രമാണ്, 11 മണിക്കാണ് ഈ അപകടം അവിടെ നടക്കുന്നത്. ഈ കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് 10 മുതൽ 14 വരെയുള്ള വാർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ ഇത്തരത്തിൽ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ രോഗികൾ അടക്കമുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. പക്ഷേ 2 മണിക്കൂറിന് ശേഷം ഏതാണ്ട് 12:50 അല്ലെങ്കിൽ ആ സമയത്തൊക്കെയാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനം, ഈ JCB അടക്കമുള്ള വാഹനങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഒരു തെരച്ചിൽ നടത്തുന്നത്. ആ തെരച്ചിലിലാണ് ഇത്തരത്തിൽ ആ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്, നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് മരിച്ച ബിന്ദു. തലയോലപ്പറമ്പ് സ്വദേശിയാണ്, 52 വയസ്സാണ് ബിന്ദുവിന്. മകളുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു അവിടെ എത്തിയത്. മകൾക്ക് കൂട്ടിരിപ്പുകാരിയായാണ് ബിന്ദു ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. ഏതായാലും ബിന്ദു കുളിക്കാൻ പോയ ഒരു സമയത്താണ് ഈ കെട്ടിടം അവിടെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അങ്ങനെ 11 മണിയോടുകൂടി അപകടം നടന്ന് 2.5 മണിക്കൂറാണ്, 1 മണിയോടുകൂടി മാത്രമാണ് ബിന്ദുവിനെ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം. ആ രക്ഷാപ്രവർത്തനം വൈകി, അത് തുടങ്ങാൻ വൈകി എന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ ഒരു സർക്കാരിന് ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ VN വാസവനും ഇനി എന്താണ് പറയുക എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. അവർ പറഞ്ഞത് ഈ പ്രത്യേകിച്ച് നേരത്തെ ഈ ആശുപത്രി സൂപ്രണ്ടൻ്റ് അടക്കം പറഞ്ഞത് ഈ ഇത്തരത്തിൽ ഇവിടെ ആരുമില്ല, ഇത് അടച്ചിട്ടിരുന്ന ബ്ലോക്കാണെന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ടൻ്റ് അടക്കം പറഞ്ഞത്. ഈ ശുചിമുറികൾ നേരത്തെ തന്നെ പ്രവർത്തനം നിലച്ചിരുന്നു, കാരണം പുതിയ കെട്ടിടം പണിതിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് മാറുന്നതിനായി ഈ കെട്ടിടം അടച്ചിട്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നു. ഒരു മരണം, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കെട്ടിടം തന്നെ ഇടിഞ്ഞ് തകർന്ന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ബിന്ദുവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. തലയോലപ്പറമ്പ് സ്വദേശിയാണ്, കുന്നിൽ വിശ്വതൻ്റെ ഭാര്യയാണ് ബിന്ദു. ബിന്ദുവിൻ്റെ മകൾ നവമി അവിടെ ശസ്ത്രക്രിയയ്ക്ക് ന്യൂറോ സർജറി വിഭാഗത്തിൽ ഈ ബിന്ദുവിൻ്റെ മകളെ നവമിയെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നു. 3 ആഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ നൽകിയ ശേഷം ശസ്ത്രക്രിയ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിനായി കഴിഞ്ഞ ജൂലൈ 1-നാണ് ഈ ബിന്ദുവും ഭർത്താവും മകളും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ട്രോമ കെയർ വിഭാഗത്തിലാണ് നവമിയെ പ്രവേശിപ്പിച്ചിരുന്നത്. മകളുടെ ചികിത്സാർത്ഥം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ബിന്ദു രാവിലെ കുളിക്കാനാണ് അവിടേക്ക് പോകുന്നത് എന്നുള്ളതാണ്
ഈ 3-ാം നിലയിലേക്ക്, ആ വാർഡിൻ്റെ 3-ാം നിലയിലെ ശുചിമുറിയിലാണ് ബിന്ദു എത്തിയത്. ഈ സമയത്താണ് അവിടെ അപകടമുണ്ടായത്. ഏതായാലും തലയോലപ്പറമ്പിലെ പള്ളിക്കവല അവധിയിലാണ് ഇവർ താമസിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വസ്ത്രശാലയിലെ, തലയോലപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന വസ്ത്രശാലയിലെ ജീവനക്കാരിയും കൂടിയാണ് ബിന്ദു. ഭർത്താവ് വിശ്രുതൻ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. നവമി ആന്ധ്ര അപ്പോളോ ഹോസ്പിറ്റലിൽ 4-ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി കൂടിയാണ് എന്നുള്ളതാണ് ബിന്ദുവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ മകളുടെ ചികിത്സയ്ക്കായി എത്തിയ ഒരമ്മയാണ് ഇപ്പോൾ ഈ ഒരു അനാസ്ഥയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കെട്ടിടത്തിലേക്ക്, ഇത്ര ബലക്ഷയമുള്ളൊരു കെട്ടിടത്തിലേക്ക് ആളുകൾ പോകുന്നത് നിയന്ത്രിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആ അനാസ്ഥയ്ക്ക് ഇപ്പോൾ നൽകേണ്ടി വന്നിരിക്കുന്നത് ഒരു അമ്മയുടെ ജീവനാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉയരുന്നത്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം, അതാണ് ഈ ബിന്ദുവിൻ്റെ ജീവൻ എടുക്കുന്നതിലേക്ക് വഴിവെച്ചതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 3-ാം നിലയിലെ ശുചിമുറിയിലാണ് ബിന്ദു കുളിക്കുവാൻ വേണ്ടി പോയത്. അവിടെ നിന്നാണ് ഈ കെട്ടിടം തകർന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ബിന്ദുവിനെ പുറത്ത് എടുത്ത ശേഷം, ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്ത് എടുത്ത ശേഷം ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും നിരവധി ആളുകൾ ഈ വാർഡുകൾക്ക് ചുറ്റും, ഈ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപമുള്ള വാർഡുകൾക്ക് ചുറ്റും വാർഡുകളിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിലവിൽ ഒഴിപ്പിച്ചിട്ടുണ്ട്, മറ്റു വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നേരത്തെയും അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്റണി, ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ്, ഇത് ശുചിമുറികളടക്കം പൂട്ടിയിട്ട നിലയിലാണ്. എന്നാൽ ഇപ്പോൾ ഈ ബിന്ദു മരിച്ചിരിക്കുന്നത് ഈ ശുചിമുറിയിൽ കുളിക്കാൻ പോയ സമയത്താണ്. അപ്പോൾ മന്ത്രി രാവിലെ ഉന്നയിച്ച വാദം തികച്ചും തെറ്റ് തന്നെയെന്നല്ലേ നമ്മളിപ്പോൾ കരുതേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ ആശുപത്രി മന്ത്രി ഒരുപക്ഷെ അവിടെ നൽകിയ, അതായത് ഈ അവിടെ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടാവുക. കാരണം അവിടെ കൃത്യമായി തന്നെ ആ കെട്ടിടം പ്രവർത്തിക്കുന്നില്ല, പുതിയ കെട്ടിടം ആ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശുചിമുറിയൊക്കെ വലിയ അപകട നിലയിലായതുകൊണ്ട് തന്നെ അത് പൂട്ടിയിട്ടിരുന്നു, അവിടെ ആരും പ്രവേശിക്കുന്നില്ല, അവിടേക്ക് ആരും വരുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അവർ ശുചിമുറിക്ക് അവിടേക്ക് പോയവരല്ല, അവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റിട്ടുള്ളത്. അതൊരു 14-കാരിയും മറ്റൊരു സ്ത്രീയുമാണ് ആ പരിക്കേറ്റ 2 പേരെന്ന് പറയുന്നത്. പക്ഷേ ബിന്ദു കൃത്യമായി തന്നെ ആ കുളിമുറിയിൽ, ആ 3-ാം നിലയിലെ ഈ വാർഡ് ന്യൂറോ ബിന്ദുവിനെ ട്രോമ കെയർ വിഭാഗത്തിൽ, ആ വാർഡിലാണ് ബിന്ദുവിൻ്റെ മകളെ പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് ബിന്ദു ഈ കുളിക്കുന്നതിന് വേണ്ടി ആ നിലയിൽ തന്നെയുള്ള ഈ ശുചിമുറിയിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് ഈ കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ അവിടേക്ക് ഈ അങ്ങനെ ഒരു അപകടാവസ്ഥയുള്ള ഒരു സ്ഥലം പൂട്ടിയിട്ടിട്ടും, അങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ ആളുകൾ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന. അപ്പോൾ വലിയൊരു സുരക്ഷാ വീഴ്ച, പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും ഈ പരിശോധന ഇനിയും അവിടെ നടത്തണം. വേറെ ആരെങ്കിലും ഇത്തരത്തിൽ മറ്റു നിലകളിലൊക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ബിന്ദുവിൻ്റെ മകൾ പറഞ്ഞതുകൊണ്ടാണ് ബിന്ദു ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് പോയി എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ അല്ലാതെ ഇനി പറയാത്തയാളെങ്കിൽ ആരെങ്കിലും അങ്ങനെ അവിടേക്ക് പോയിട്ടുണ്ടോ, അവരാരെങ്കിലും ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കണമെന്നാണ് നേരത്തെ ചാണ്ടിയുമ്മനടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതുപോലെ ആന്റണി, ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ജനപ്രതിനിധികൾ സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പോഴും നാട്ടുകാരടക്കമുള്ളവർ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണോ? എന്താണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിവരങ്ങൾ? തീർച്ചയായും നമ്മൾ ആ ബിന്ദുവിനെ പുറത്തേക്ക് ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എടുത്ത ഘട്ടത്തിൽ കണ്ടതാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. ഇനി ഈ രക്ഷാപ്രവർത്തനം ഇനിയും തുടരണം, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിക്കരുത്, രക്ഷാപ്രവർത്തനം വൈകിയത് സംബന്ധിച്ചുള്ള ഒരു ആരോപണമടക്കം അവിടെ ഉയർന്നിരുന്നു. ചാണ്ടിയുമ്മൻ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഈ രക്ഷാപ്രവർത്തനം വൈകി, രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് നടന്നില്ല എന്നുള്ള ആ ആരോപണം, അതാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിനേക്കാൾ വലിയ ആരോപണമായി ഇപ്പോൾ ഉയരുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ പാളിച്ചയാണ്, ഇത്രയും വൈകിയതാണ്
ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജീവൻ പൊലിയുന്നതിലേക്ക് ബിന്ദു എന്ന ആ അമ്മയുടെ ജീവൻ, മകൾക്ക് കൂട്ടിരിക്കാനായാണ് ബിന്ദു ആ ആശുപത്രിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 1-ാം തീയതി, അതായത് ഇന്നലെ 1-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് ബിന്ദു മകളുമായ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ന്യൂറോ സർജറി വിഭാഗത്തിലൊരു സർജറി ഉണ്ട്, അതിനുവേണ്ടിയാണ് അവർ എത്തുന്നത്. നേരത്തെ അഡ്മിറ്റ് ആയതാണ് ആശുപത്രിയിൽ. അതിനുശേഷമാണ് പിന്നീട് അവർ ഇവിടേക്ക് പിന്നീട് വീണ്ടും ഈ സർജറിക്കായി വരുന്നത്. അങ്ങനെ ആ കൂട്ടിരിക്കാൻ വേണ്ടി വന്നതാണ് മകൾക്ക്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. ആ അപകടത്തിൽ സ്വന്തം ജീവൻ പൊലിയുകയും ചെയ്യുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ കോട്ടയം സ്വദേശി ബിന്ദുവിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലെത്തിയ ബിന്ദുവാണ് ഇപ്പോൾ കെട്ടിടത്തിന് മുന്നിൽ വീണ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിലെ ശുചിമുറിയിൽ കുളിക്കാൻ പോയ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതും ബിന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതും. 2.5 മണിക്കൂറോളം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നതിന് ശേഷമാണ് ബിന്ദുവിനെ പുറത്തെത്തിക്കാൻ സാധിച്ചത്. എങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തത് തികച്ചും ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചാണ്ടി ഉമ്മനടക്കമുള്ള ജനപ്രതിനിധികൾ ഉണ്ട്. അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജും വി.എൻ. വാസവൻ അടക്കമുള്ള മന്ത്രിമാരും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. ഏറ്റവും ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിനോട് ചേർന്ന് നിൽക്കുന്ന പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. ഈ കെട്ടിടത്തിൽ കുളിക്കാൻ പോയ സമയത്താണ്, അതും മകൾ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഇതിലൊരാൾ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയുന്നതും. പിന്നീട് 2 മണിക്കൂറിന് ശേഷം കൂടുതൽ തിരച്ചിൽ വ്യാപിപ്പിച്ചപ്പോഴേക്കും ബിന്ദുവിന്റെ ശരീരം കിട്ടുന്നതും. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും ജീവൻ രക്ഷിക്കാൻ